പൊന്നാനിക്ക് മാത്രം നിയമം വേറെ. താൽക്കാലിക നിയമന കരാർ പുതുക്കുന്നതിൽ UDFന്റെ ഇരട്ടത്താപ്പ് തുറന്നുകാട്ടി നഗരസഭാ ഭരണസമിതി. സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. പൊന്നാനി നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരുടെ കാലാവധി ദീർഘിപ്പിച്ച് നൽകുന്നതുമായി ബന്ധപ്പെട്ട് UDF കൗൺസിലർമാർ ഉന്നയിക്കുന്ന ആരോപണങ്ങൾ അടിസ്ഥാനരഹിതവും പൊതുജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതുമാണെന്ന് പൊന്നാനി നഗരസഭാ ഭരണസമിതി. സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും ദിവസവേതന കരാർ വ്യവസ്ഥയിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരുടെ നിയമന കാലാവധി സാധാരണയായി 179 ദിവസമാണ്. കാലാവധി പൂർത്തിയാകുന്ന ഘട്ടത്തിൽ ആവശ്യകതയും സേവനത്തിലെ തൃപ്തിയും പരിഗണിച്ച് ചട്ടപ്രകാരമുള്ള നടപടികളിലൂടെ കാലാവധി ദീർഘിപ്പിക്കുന്ന രീതിയാണ് നിലവിലുള്ളത്. ഇതിന്റെ ഭാഗമായാണ് പൊന്നാനി നഗരസഭയിലും കൗൺസിൽ അജണ്ട പ്രകാരം കാലാവധി ദീർഘിപ്പിക്കുന്ന നടപടി സ്വീകരിച്ചിട്ടുള്ളത്. നിലവിൽ നഗരസഭയിൽ ജോലി ചെയ്യുന്ന കരാർ ദിവസവേതന ജീവനക്കാരിൽ സർക്കാർ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ നിയമിതരായവരാണ്. കക്ഷി രാഷ്ട്രീയ പരിഗണനകൾക്ക് അതീതമായി ഇന്റർവ്യൂ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് ഇവരിൽ പലരെയും നിയമിച്ചിട്ടുള്ളത്. അവരുടെ സേവനം തൃപ്തികരമായതിനാലും നഗരസഭയുടെ പ്രവർത്തനങ്ങൾക്ക് അവരുടെ സേവനം ആവശ്യമായതിനാലുമാണ് കാലാവധി ദീർഘിപ്പിച്ചു നൽകിയത്. ആരോപണം ഉന്നയിക്കുന്നവർ ആദ്യം മലപ്പുറം ജില്ലാ ജോയിന്റ് ഡയറക്ടറുടെ കണക്കുകൾ പരിശോധിക്കാൻ തയ്യാറാകണം. ജില്ലയിലെ മറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എത്ര താൽക്കാലിക ജീവനക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്ന് പൊതുജനങ്ങളോട് വ്യക്തമാക്കണം. ജില്ലയിലെ മറ്റു നഗരസഭകളിൽ മാത്രം 100-ലധികം പേർ താൽക്കാലിക നിയമനത്തിന്റെ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്ന സാഹചര്യമുണ്ട്. അത്തരം നിയമനങ്ങൾ മറ്റു നഗരസഭകളിൽ നടക്കുമ്പോൾ അതിനെതിരെ ഒരു നിലപാടും സ്വീകരിക്കാതെ പൊന്നാനി നഗരസഭയിൽ മാത്രം താൽക്കാലിക ജീവനക്കാരുടെ നിയമനം തെറ്റാണെന്ന് പ്രചരിപ്പിക്കുന്നത് രാഷ്ട്രീയ കാപട്യമാണ്. താൽക്കാലിക നിയമനത്തിന് പൊന്നാനിക്ക് മാത്രം ഒരു നിയമവും മറ്റു നഗരസഭകൾക്ക് മറ്റൊരു നിയമവുമില്ല. എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും ബാധകമായ നിയമം സർക്കാർ ഉത്തരവുകളും പൊന്നാനി നഗരസഭയ്ക്കും ബാധകമാണ്. അതുകൊണ്ട് തന്നെ ഒരേ വിഷയത്തിൽ വ്യത്യസ്ത നിലപാടുകൾ സ്വീകരിക്കുന്ന UDFന്റെ ഇരട്ടത്താപ്പ് നയം ജനങ്ങൾ തിരിച്ചറിയണം. വസ്തുതകൾ പരിശോധിക്കാതെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിനു പകരം ജില്ലയിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലെയും താൽക്കാലിക നിയമനങ്ങളുടെ കണക്കുകൾ പുറത്തുവിടാൻ UDF തയ്യാറാകണം. ഇന്നത്തെ കൗൺസിൽ അജണ്ടയിൽ താൽക്കാലിക ജീവനക്കാരുടെ കാലാവധി നീട്ടി നൽകിക്കൊണ്ടുള്ള അജണ്ടയിന്മേലാണ് ഇന്നിവിടെ പ്രതിപക്ഷം തർക്കം ഉന്നയിച്ച് വന്നിട്ടുണ്ടായിരുന്നത്. കാലാകാലങ്ങളിലായിട്ട് നമ്മൾ ആ അജണ്ട 179 ദിവസത്തേക്ക് ദീർഘിപ്പിച്ച് നൽകുന്നത് പതിവുള്ളൊരു കാര്യമാണ്. അതിന് പുതിയൊരു തസ്തിക അവിടെ സൃഷ്ടിച്ച് അവരെ വീണ്ടും നമ്മളവിടെ പുതുക്കി കൊടുക്കുന്നതല്ല. ഇത് അവിടെ ഒരു പുതിയ തസ്തിക വരുന്നത് വരെ നമുക്ക് എന്ത് ചെയ്യാം, ആ താൽക്കാലിക അടിസ്ഥാനത്തിൽ അവരെ നമുക്ക് നിയമിക്കാനുള്ള ഉത്തരവ് നമുക്ക് സർക്കാരിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ 5 പേരെ നിയമിക്കുന്നതിൽ ഇതിൽ CPM മാത്രമല്ല, ഇതിൽ മറ്റ് രാഷ്ട്രീയക്കാരുമുണ്ട് എന്നതാണ് അതിൻ്റെ ഒരു സത്യസന്ധമായ വസ്തുത. അതൊന്ന് ആദ്യം പഠിക്കണം. രണ്ടാമത്തെ കാര്യം, മലപ്പുറം പൊന്നാനിയിൽ മാത്രമല്ല താൽക്കാലിക ജീവനക്കാരുടെ കരാർ പുതുക്കി കൊടുക്കുന്നത് നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലുണ്ട്. മലപ്പുറത്തെ എല്ലാ നഗരസഭക്കകത്തുണ്ട്. കൃത്യമായി ജില്ലാതലത്തിൽ നിന്നും അതിന് കൃത്യമായ ലിസ്റ്റ് ഞങ്ങളിവിടെ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളിലും ഉള്ളത്. ഏകദേശം 117ഓളം പേര് ഇന്ന് മലപ്പുറം ജില്ലയ്ക്കകത്ത് താൽക്കാലിക ജീവനക്കാരുടെ അവരുടെ കരാർ പുതുക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് പറയുന്നത് മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളൊന്നും ഞങ്ങൾ നോക്കണ്ട, പൊന്നാനിയിലത്തെ മാത്രം നോക്കിയാൽ മതി എന്നാണ് UDF കൗൺസിലർമാർ പറയുന്നത്. എന്തേ, പൊന്നാനി നഗരസഭയിലുള്ള മനുഷ്യരല്ലേ? ഇവിടെയുള്ള ആളുകളുടെ ഇത് മലപ്പുറം ജില്ലക്കകത്തല്ലേ? ഇത്തരത്തിൽ തെറ്റായ രീതിയിൽ ഏതൊരു യോഗങ്ങളും കൂടുമ്പോൾ തെറ്റായ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന, അനാവശ്യമായി വിഷയങ്ങൾ പഠിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ പ്രിയപ്പെട്ട UDFന്റെ കൗൺസിലർമാർ യോഗങ്ങളൊക്കെ അലങ്കോലമാക്കുന്നത്. ഇത്തരത്തിൽ ജനങ്ങളെ സഹായിക്കേണ്ടവരും ജനങ്ങളോട് സാമൂഹ്യ പ്രതിബദ്ധത നിറവേറ്റേണ്ടവരുമായ ഇവർ ഇത്തരത്തിലുള്ള അലങ്കോലമാക്കുന്ന ഈ പ്രവണതയിൽ നിന്ന് പിന്മാറണമെന്നും നിയമത്തിന്റെ വഴിക്ക് പോകട്ടെ എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കോട്ടക്കൽ മുനിസിപ്പാലിറ്റിയിൽ 12 പേർ, തിരൂർ മുനിസിപ്പാലിറ്റിയിൽ 12 പേർ, തിരൂരങ്ങാടി മുനിസിപ്പാലിറ്റി 13 പേർ, പരപ്പനങ്ങാടി മുനിസിപ്പാലിറ്റി 12 പേർ, പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റി 17 പേർ, മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ 23 പേർ. ഈ UDF ഭരിക്കുന്ന എല്ലാ മുനിസിപ്പാലിറ്റിയിലും താൽക്കാലിക നിയമനം നടത്തിയിട്ടുണ്ട്. എന്നാൽ നിയമപരമായി 179 ദിവസം കഴിഞ്ഞ് പുതുക്കിക്കൊണ്ടിരിക്കുന്നതാണ്. അതിൽ അനധികൃതമായോ മറ്റുള്ളവരോ ഒരു നിയമനവും പൊന്നാനി നഗരസഭ നടത്തിയിട്ടില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. UDF അംഗങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് സെക്രട്ടറി വഴങ്ങുന്നുണ്ടോ എന്നുള്ള ഒരു അഭിപ്രായം അത് ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല്, ഞാൻ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സെക്രട്ടറിയോട് സംസാരിച്ചാൽ അദ്ദേഹം ഉള്ളപ്പോൾ പല പ്രാവശ്യം പുതുക്കിയതാണ്. ഇപ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു കുറിപ്പ് വന്നു എന്ന എന്റെ ചോദ്യത്തിനാണ് അദ്ദേഹം പറഞ്ഞത് എനിക്ക് സമ്മർദ്ദം ഒരുപാടുണ്ട് എന്ന് പറഞ്ഞു. അതെന്താന്ന് ഞാൻ ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദീകരിക്കാൻ തയ്യാറായിട്ടില്ല. നിങ്ങൾ കൗൺസിലിൽ നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് തീരുമാനം എടുത്തോളൂ എന്നാണ് എന്നോട് പറഞ്ഞത്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി.
സ്കൈ ഗോൾഡിൽ കോയിൻ ഓണം ഓഫർ. അരപ്പവന് മുകളിലുള്ള പർച്ചേസുകൾക്ക് നേടാം ഫ്രീ ഗോൾഡ് കോയിൻ. 50,000 രൂപയ്ക്ക് മുകളിലുള്ള ഡയമണ്ട് പർച്ചേസുകൾക്കും സ്വന്തമാക്കാം ഫ്രീ ഗോൾഡ് കോയിൻ. കൂടാതെ ഓരോ പർച്ചേസിനും ലഭിക്കുന്ന കൂപ്പൺ നറുക്കെടുപ്പിലൂടെ ഐഫോൺ നേടുവാനുള്ള സുവർണാവസരവും. ഈ ഓണം സമൃദ്ധിയുടേതാക്കൂ സ്കൈ ഗോൾഡിനൊപ്പം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി, പെരിന്തൽമണ്ണ, നിലമ്പൂർ ആൻഡ് പൊന്നാനി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.